ഇപ്പോൾ വിജ്ഞാന കേരളത്തിൽ രണ്ട് പരിപാടികളാണ് മുന്നിട്ട് നിൽക്കുന്നത്. ഒന്ന്, കേരളത്തിലെ വീട്ടമ്മമാരായ സ്ത്രീകൾക്ക് അവരുടെ വീടിനടുത്ത് തൊഴിൽ കണ്ടെത്തി കൊടുക്കുക. അങ്ങനെ 1,00,000 തൊഴിൽ കണ്ടെത്തിക്കഴിഞ്ഞു. ഈ മാസം അവസാനിക്കും മുമ്പ് 1,00,000 സ്ത്രീകൾക്ക് ജോലി കൊടുത്തു കഴിഞ്ഞിരിക്കും. അപ്പോൾ ഇത് സംബന്ധിച്ച് പാലക്കാട് ജില്ലയിൽ ഉള്ള വ്യവസായ സംഘടനകൾ വിളിച്ചിരിക്കുകയാണ്. അവരുടെ ഫാക്ടറിയിൽ ജോലിക്ക് ആളെ വേണമെങ്കിൽ തൊട്ടടുത്ത പരിസര പ്രദേശത്തെ തൊഴിലില്ലാത്ത സ്ത്രീകളെ, വീട്ടമ്മമാരെ പരിശീലിപ്പിച്ചു കൊടുക്കും. എന്ത് ജോലിക്കാണോ തിരഞ്ഞെടുക്കുന്നത് ആ ജോലി ചെയ്യാനുള്ള സ്കില്ല് പരിശീലിപ്പിച്ച് നൽകും. അപ്പം അതിൻ്റെ ഒരു യോഗം തൊഴിൽ സംരംഭകരുമായിട്ട് ഇന്ന് കളക്ട്രേറ്റിൽ വെച്ച് നടക്കുകയാണ്. രണ്ടാമത്തത്, നമ്മുടെ കോളേജുകളിൽ പഠിക്കുന്ന കുട്ടികളെ മുഴുവനും സ്കില്ല് ചെയ്യുക. ഏത് കമ്പനിക്ക് വേണമെങ്കിലും വർഷാവസാനമാകുമ്പോൾ ഇത്ര പേരെ വേണം, ഇന്ന വൈദഗ്ധ്യം വേണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളോട് ഞങ്ങൾ പറയും, താല്പര്യമുണ്ടോ അത് പഠിച്ചാൽ നിങ്ങൾക്ക് ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് കിട്ടും. അങ്ങനെ 3,00,000 കുട്ടികളെ പരിശീലിപ്പിക്കുകയാണ്. അത് സംബന്ധിച്ചിട്ടുള്ള ചർച്ചയും ഇന്നിവിടെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ രാഷ്ട്രീയമായി പറയുകയാണെങ്കിൽ രമേശ് ചെന്നിത്തല ഇപ്പോൾ പറഞ്ഞത് സർക്കാരിന് ആഭ്യന്തര വകുപ്പിൻ്റെ മേലുള്ള മുഖ്യമന്ത്രിക്ക് ഇത് നഷ്ടമായി എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. പോലീസ് വല്ലാത്ത തോതിൽ സർക്കാരിനോട് കളങ്കം ഏൽപ്പിക്കുന്നുണ്ടോ? രമേശ് ചെന്നിത്തല അദ്ദേഹം മന്ത്രിയായിരുന്ന കാലം മറന്നുപോയിരിക്കുകയാണ്. അന്നുണ്ടായിരുന്ന ഉരുട്ടിക്കൊലകളൊക്കെ എത്രയാണെന്നുള്ളത്. പോലീസിലെന്നും ഇങ്ങനെയുള്ള പുഴുക്കുത്തുകൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഇരകൾ രമേശ് ചെന്നിത്തല മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരാണെന്നുള്ളതാണ്. അതുകൊണ്ട് ആരും ഞങ്ങളെ പഠിപ്പിക്കേണ്ട പോലീസ് അട്രോസിറ്റീസ് പാടില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് ഈ സർക്കാർ സ്റ്റേറ്റ് പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റി ഉണ്ടാക്കിയത്, ഒരു ജഡ്ജിയെ തന്നെ അതിൻ്റെ അധ്യക്ഷനായിട്ട് വെച്ചത്. അതിൻ്റെ കണക്കുകൾ കാണിക്കുന്നത് ഇപ്പോഴും കംപ്ലയിൻസ് ഉണ്ട്. കഴിഞ്ഞ വർഷം 94 കംപ്ലയിൻസ് ഉണ്ടായി. ഈ വർഷം ഇതിനകം തന്നെ 40-ലേറെ കംപ്ലയിൻറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ UDF ഭരണകാലത്തേക്കാൾ എത്ര കുറവാ? 2018 808 കംപ്ലയിൻസ് ഉണ്ടായതാണ് കഴിഞ്ഞ വർഷം 94 കുറഞ്ഞത്. ആ 94 പാടില്ല. അതുകൊണ്ട് സർക്കാർ നയത്തിന് വിരുദ്ധമായിട്ട് ലോക്കപ്പ് മർദ്ദനങ്ങൾ നടത്തുന്ന പോലീസുകാരെ സർവീസിൽ വെച്ചിരിക്കാൻ പാടില്ല. കർശനമായ നടപടി സ്വീകരിക്കണം. ഏതായാലും ഇത് വെച്ചിട്ട് പോലീസിനാകെ താറടിക്കാൻ വേണ്ടിയിട്ട് രമേശ് ചെന്നിത്തല ഇറങ്ങണ്ട. നിങ്ങളുടെ റെക്കോർഡൊക്കെ നാട്ടിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. UDF ഇത്തരത്തിലൊരു പ്രചരണം നടത്തുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണങ്ങൾ മറച്ചുവെക്കാൻ വേണ്ടിയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രശ്നം UDFന് ചെറുതൊന്നുമല്ല. ജാള്യതയും അപകീർത്തിയും സൃഷ്ടിച്ചിട്ടുള്ളത്. കാരണം ഒരു പുതിയ തലമുറയുടെ നേതാക്കന്മാരായിട്ട് വെച്ച ആളുകളെല്ലാം കളങ്കിതരാണ് എന്നുള്ള അഭിപ്രായം കേരള ജനതയിൽ ഉണ്ടാക്കിയിരിക്കുകയാണ്. എന്നാൽ അത് മറച്ചു വെക്കാൻ വേണ്ടി പുതിയ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അതിൻ്റെ ഭാഗവും കൂടിയാണ് ഇങ്ങനത്തെ ഒരു ഇഷ്യൂ വെച്ചിട്ട് പോലീസിനാകെ താറടിക്കുന്നതിനും ഇപ്പോൾ രമേശ് ചെന്നിത്തല നടത്തിയ പോലുള്ള പ്രസ്താവനകൾ പറഞ്ഞതിനും കാരണത്തിൽ ഈ ഛേദോപകാരം ഉണ്ടാവും. പക്ഷെ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം നയം വളരെ വ്യക്തമാണ്. ഒരു കാരണവശാലും ലോക്കപ്പ് മർദ്ദനത്തെ അംഗീകരിക്കുന്നതല്ല. ഞാൻ പറഞ്ഞല്ലോ, അവരായിരുന്നു ഇതിൻ്റെ ഏറ്റവും വലിയ ഇരകളെന്ന്. അപ്പോൾ ഞങ്ങളെങ്ങനെ അത് മറക്കാനാ? ഈ ഭരണത്തിന് കീഴിൽ ഇത്തരത്തിലുള്ള മർദ്ദനങ്ങൾ കൂടുകയല്ല കുറയുകയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതിൻ്റെ സാക്ഷ്യപത്രമാണ് സ്റ്റേറ്റ് പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റിക്ക് കിട്ടിയിട്ടുള്ള കംപ്ലയിൻസിൽ കുത്തനെ ഇടിവ് കഴിഞ്ഞ 10 വർഷത്തിനിടയിലുണ്ടായത്.